പ്രിയമുള്ള കലാസ്നേഹികളെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. മലങ്കര കത്തോലിക്ക മതേസ് ഫോറം ഖത്തർ അവതരിപ്പിക്കുന്ന നാടകം അബിഗെയിൽ ഇസ്രയേലിന്റെ ദുഃഖപുത്രി ഉടൻ ആരംഭിക്കുന്നതാണ്. BC 1100 വർഷത്തിൽ ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയ ജെഫ്തായുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകവും നിർണായകവുമായ സംഭവമാണ് നാടകരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തപ്പോൾ കർത്താവിന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അതിന്റെ ഫലമായി ഫിലിസ്ത്യരും അമ്മോന്യരും ഇസ്രായേലിനെ പീഡിപ്പിച്ചു. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ യുദ്ധത്തിനിറങ്ങിയ ജെഫ്ത കർത്താവിനോടൊരു നേർച്ച നേർന്നു. എന്നാൽ ആ നേർച്ചയുടെ ഫലമായി അദ്ദേഹത്തിന് നഷ്ടമായത് അവന്റെ ജീവനായിരുന്ന സ്വന്തം മകളെയായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസവും നേർച്ചയുടെ ഭാരവും ഒരു പിതാവിന്റെ ഹൃദയവേദനയും ഈ നാടകത്തിന്റെ മുഖ്യ ആവിഷ്കാരമാണ്. ജെഫ്തായുടെ ആത്മസംഘർഷങ്ങളുടെയും മകളുടെ സ്നേഹത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ദുഃഖങ്ങളുടെയും ഓർമ്മകൾ നിറഞ്ഞ മലഞ്ചരിവുകളിലൂടെയുള്ള ഒരു ആത്മീയ യാത്ര. ബലിയർപ്പണങ്ങളുടെ സാക്ഷികളായ മലകൾ നമ്മളുടെ വഴികാട്ടികളായിരിക്കട്ടെ. നാടകരചന സംവിധാനം റെവറൻഡ് ഫാദർ മൈക്കിൾ വടക്കേവീട്ടിൽ. നാടകത്തിൽ അഭിനയിക്കുന്നവരുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരുടെയും പരിശ്രമങ്ങൾക്ക് പ്രോത്സാഹനമായി എല്ലാവരും നാടകം ആസ്വദിച്ച് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കുന്നു. അബിഗെയിൽ ഇസ്രയേലിന്റെ ദുഃഖപുത്രി. മക്കളെ വാ, കളിച്ചത് മതി, ഇന്ന് ഇത്രയും മതി. വാ മക്കളെ, കുളിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം. പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. അമ്മേ,
ഇന്നെന്താ കഴിക്കാൻ? വിശക്കുന്നു. ചപ്പാത്തിയുണ്ട്, ചിക്കൻ കറിയുണ്ട്. എന്നാൽ ഞാൻ 3 കഴിക്കും. എന്നാ ഞാൻ 5 കഴിക്കും. എത്ര കഴിച്ചാലും കൊള്ളാം. ആദ്യം കുളിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. കേട്ടല്ലോ? കേട്ടു. അമ്മേ, കഴിച്ചു കഴിഞ്ഞാൽ കഥ പറഞ്ഞു തരുവോ? കഥയൊന്നുമില്ല. നാളെ നേരത്തെ എഴുന്നേൽക്കണം. സ്കൂളിൽ പോകാനുള്ളതാ. അമ്മേ, കഥ കേട്ടാലേ ഉറക്കം വരൂ. അമ്മേ, കഥ പറഞ്ഞതാ. പ്ലീസ്, നല്ല അമ്മയല്ലേ? എത്ര കഥകളാ പറഞ്ഞു തന്നിരിക്കുന്നേ. എന്നിട്ടെന്താ, ഗുണപാഠം അനുസരിക്കാറുണ്ടോ? ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കഥകളൊക്കെ അറിയാമല്ലോ. എന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞങ്ങൾ സൺഡേ സ്കൂളിൽ ടീച്ചേഴ്സിനോടും സ്കൂളിൽ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടല്ലോ. ഞാനോ? ആണോ? എന്നാലേ അമ്മ നല്ലൊരു കഥ പറയാം കേട്ടോ. ആരുടെ കഥയാ അമ്മേ? അത് പഴയ നിയമത്തിലെ ന്യായാധിപനായ ജപ്തിയുടെയും മകളുടെയും ജീവിതകഥയാണ്. ജപ്തിയുടെ മകൾ അബിഗയിലിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കഥയാണിത്. ഈ കഥയ്ക്കൊരു പേരുണ്ട്. അതാണ് അബിഗയിൽ, ഇസ്രായേലിന്റെ ദുഃഖപുത്രി. ഗിലെയാദുകാരനായ ജെഫ്ത അതിശക്തനായ ഒരു പോരാളിയായിരുന്നു. ഗിലെയാദിൽ നിന്നും വേശ്യ സ്ത്രീയിലുണ്ടായ മകൻ. പിതാവിന്റെ ഓഹരിക്ക് അർഹനല്ലാത്തവനായി അവന്റെ സഹോദരങ്ങളാൽ പുറന്തള്ളപ്പെട്ടവൻ. അതിനാൽ അവൻ തോബ് ദേശത്തേക്ക് ഓടിപ്പോവുകയും ഒരു വലിയ കൊള്ളസങ്കേതത്തിന്റെ തലവനായി ജീവിക്കുകയും ചെയ്തു. ജെഫ്തായുടെ ഭവനത്തിലേക്ക് സ്വാഗതം. അങ്ങക്ക് എന്ത് പറ്റി? കുറച്ചുനാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അങ്ങക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്താണ് കാരണം? എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. മാത്രവുമല്ല, എന്റെ പിതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോടെന്തോ പറയാനുള്ളതുപോലെ. സാരമില്ല, യഹോവയായ ദൈവം നമ്മുടെ കൂടെയില്ലേ? നമ്മുടെ ശത്രുക്കളായ അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും എന്റെ ആകുലതയുടെ ഒരു കാരണം കൂടിയാണ്. കഷ്ടതകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന നമ്മുടെ ദൈവം കൂടെയുണ്ടല്ലോ. പിന്നെ എന്തിനു പ്രയാസപ്പെടണം? എന്നിരുന്നാലും എന്റെ സൈന്യവും എന്റെ സമ്പത്തും ധൈര്യവും എന്റെ രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്നില്ലല്ലോ. അധികം താമസിക്കാതെ ദൈവം അങ്ങയുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹന്ന, നമ്മൾ ഒരിക്കലും യഹോവയ്ക്കെതിരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ. എന്നാലും ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നൊരു തോന്നൽ മനസ്സിനെ വേട്ടയാടുകയാണ്. നമുക്ക് കാത്തിരിക്കാം. എല്ലാം കഴുകിക്കളഞ്ഞ് നിർമ്മലമായ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുവദിക്കും. എപ്പോഴും നീ എന്റെ കൂടെയുള്ളതാണ് എന്റെ ബലം. നന്ദി. ആ, അതൊക്കെ പോട്ടെ. എവിടെ നമ്മുടെ മകൾ അബിഗയിൽ? എന്റെ സൗഭാഗ്യവും എന്റെ പ്രതീക്ഷയും. കൊള്ളാം. നിങ്ങൾക്ക് മാത്രമേ അവളോട് സ്നേഹമുള്ളോ? അവള് എന്റെയും കൂടി മകളല്ലേ? എന്നാലും എന്നോടാണ് അവൾക്ക് കൂടുതൽ സ്നേഹം.
കല്യാണം ഉറപ്പിച്ച പെണ്ണാ. എപ്പോഴും കൂട്ടുകാരികളുടെ കൂടെ വഴി നീളെ നടക്കുകയാ. ആരെങ്കിലും അവളെ ഉപദ്രവിക്കുമോ? അതാ എന്റെ ഭയം. ഈ ജഫ്തയുടെ മകളെ ശല്യപ്പെടുത്താൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ ഇസ്രായേലിലോ അയൽ രാജ്യത്തോ കാണുമോ? അങ്ങനെ സംഭവിച്ചാൽ ഈ ജഫ്തയുടെ വാൾമുനയിൽ അവന്റെ തല തൂങ്ങി നിൽക്കും. മകളെ വിളിക്കാൻ. എന്നോടൊന്നും ചോദിക്കണ്ട, ഞാനൊന്നും പറയില്ല. ഞങ്ങളോടൊന്നും പറഞ്ഞേ, എന്താ നിന്റെ മനസ്സിൽ? ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഒരു നാടകാരി, ഞങ്ങൾക്കറിയാം. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ നീ. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ നീ. വിചിത്രമീ പ്രേമം കന്യെ പറഞ്ഞു തന്നാലും വിശിഷ്ടമായെന്ന് നിന്റെ പ്രിയനിൽ നീ കാണൂ. വിചിത്രമീ പ്രേമം കന്യെ പറഞ്ഞു തന്നാലും വിശിഷ്ടമായെന്ന് നിന്റെ പ്രിയനിൽ നീ കാണൂ. യെരൂശലേം സ്ത്രീകൾ ഏറ്റം കൊതിക്കുമീ പ്രേമം, തരം ലഭിച്ചിടി കാന്തേ കവർന്നെടുത്താലോ. യെരൂശലേം സ്ത്രീകൾ ഏറ്റം കൊതിക്കുമീ പ്രേമം, തരം ലഭിച്ചിടി കാന്തേ കവർന്നെടുത്താലോ. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ നീ. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ നീ. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ നീ. യെരൂശലേം പുത്രി ഏറ്റം വിവശയായി തെരുവിൽ തിരയുന്നതാരേ നീ, തിരയുന്നതാരേ.
ഇതാര്? ജഫ്തയുടെ മകളും ഇസ്രായേലിന്റെ റാണിയുമാണോ? പുതിയ കൂട്ടുകാരികളും ഉണ്ടല്ലോ. എന്റെ മകൾക്ക് സുഖമാണോ? അപ്പ സുഖമാണ്. എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് അവിടുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്നും അങ്ങയോട് നന്ദിയുള്ളവളായിരിക്കും. അവിടുന്ന് എന്തു പറഞ്ഞാലും ഞാൻ യഹോവയെ പ്രതി അനുസരിക്കും. ഈ പിതാവിന് സന്തോഷമായി മകളെ. യഹോവയായ ദൈവം എനിക്ക് തന്ന നിധിയല്ലേ നീ. മകളെ, ദൈവം എന്നും നിനക്ക് തുണയായിട്ടുണ്ടാകും. ഈ മാതാപിതാക്കളെ മറക്കാതെ ജീവിച്ചാൽ മതി. തീർച്ചയായും ഈ മകൾ നിങ്ങളുടെ പ്രിയ മകളായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വാ, നമുക്ക് പോകാം. രക്തത്തിൽ പോരാട്ട വീര്യം നിറഞ്ഞു നിന്നിരുന്ന ജഫ്ത ഇസ്രയേലിന്റെ വേദനയിൽ അതീവ ദുഃഖിതനായിരുന്നു. ജഫ്തായുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനവുമായി 3 പേർ കടന്നു വരുന്നു. ആരാണ് ആ 3 പേർ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഈ അവസ്ഥയിൽ നമ്മുടെ ജനത്തിന്റെയും രാജ്യത്തിന്റെയും ഗതി എന്താകും? എൽക്കാന, ആ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ജനം ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നതും ശത്രുക്കളുടെ വാളിന് ഇരയാക്കുന്നതും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബാൽദേവനും അന്യദൈവങ്ങളും നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ആരംഭിച്ചതാണ് നമ്മുടെ ഈ കഷ്ടകാലം. സൂര്യേ, അങ്ങയുടെ നിഗമനം എത്ര ശരിയാണ്. ഒന്നുമില്ലാതിരുന്ന അമോര്യരുടെ കാൽക്കലാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ. അബ്ദോനായി എനിക്കും ജനത്തിനും ജീവൻ നൽകിയത് യഹോവയായ ദൈവമാണ്. നാം കരഞ്ഞപേക്ഷിച്ചപ്പോഴൊക്കെ ദൈവം ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു. എന്നാൽ നാം ദൈവത്തിന് നന്ദി പറയാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ ശിക്ഷയാണ് യുദ്ധത്തിന്റെ രൂപത്തിൽ നമ്മെ നശിപ്പിക്കുന്നത്. ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം. ഈ യുദ്ധത്തിൽ അമോന്യനെ തോൽപ്പിക്കാൻ ശക്തിയുള്ളതും ധൈര്യശാലിയുമായ തോപുകാരൻ ജഫ്തയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ നമ്മൾ എന്തു പറഞ്ഞ് ജഫ്തായെ സമീപിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നാം അവനെ തള്ളിക്കളഞ്ഞതല്ലേ? അവന്റെ പിതാവായിരുന്ന ഗിലെയാദ് നമുക്ക് പ്രിയപ്പെട്ടവനായിരുന്നില്ലേ? അതുകൊണ്ട് ജഫ്തായ്ക്ക് ദൈവജനത്തെ തള്ളിക്കളയാൻ സാധിക്കുമോ? എന്തായാലും നമുക്ക് ജഫ്തയോട് സഹായം ചോദിക്കാം. മാത്രമല്ല, നമ്മുടെ നേതാവായി അവനെ വാഴിക്കുകയും ചെയ്യാമെന്ന് അവന് വാഗ്ദാനം കൊടുക്കാം. ഒരു പക്ഷേ അവൻ വരുമായിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് പോകാം. തോബിലെ അതിശക്തനും ധൈര്യശാലിയും ഗിലെയാദിന്റെ മകനും സർവോപരി അമോന്യരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിവുള്ളവനുമായ ജഫ്തായുടെ കൊട്ടാരത്തിലേക്ക് ദൈവമായ യഹോവയുടെ ദാസന്മാർ പ്രവേശിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ.
ഹും. എന്നും നിങ്ങളുടെ വാക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യം വരുമ്പോൾ സുഖിപ്പിക്കാനും കാര്യം കഴിയുമ്പോൾ തള്ളിക്കളയാനുമുള്ള നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരായ എൽഖാനയും അബ്ദോനും സൂരിയേലിനും ജെഫ്തയുടെ ഭവനത്തിലേക്ക് മടി കൂടാതെ കടന്നു വരാം. സ്വാഗതം. ഇത് ഞങ്ങളുടെ മകൾ അബിഗേൽ. മകളെ, ശ്രേഷ്ഠന്മാർക്ക് വന്ദനം പറയൂ. വന്ദനം ശ്രേഷ്ഠന്മാരെ. ദൈവജനത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് വിജയം നൽകാൻ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. അമോര്യരുടെ കയ്യിൽ ദൈവജനം നിഷ്കരണം കൊല്ലപ്പെടുന്നത് നീ അറിഞ്ഞു കാണുമല്ലോ. ഇനി നിനക്ക് മാത്രമേ ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയൂ. ശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്ക് എന്റെ മുൻപിൽ വന്ന് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? ജെഫ്തയുടെ കോപവും കത്തും നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഈ ഒരു ചോദ്യം മതി നിങ്ങളുടെ തല ഇവിടെ കിടന്നിടാൻ. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ? നാഥ, അങ്ങനെ പറയരുത്. അങ്ങയുടെ സഹായം ചോദിച്ച് ഇവിടേക്ക് കടന്നു വന്നവരാണ്. അവരെ നിരാശരാക്കരുത്. അബ്ബാ, ഇസ്രായേൽ മുഴുവൻ ബഹുമാനിക്കുന്ന ശ്രേഷ്ഠന്മാരോട് യഹോവയെ പ്രതി അങ്ങ് ദയവ് കാണിക്കണം. ശരി, എന്റെ മകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾക്കാം. അമോര്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ സഹായിക്കണം. അതല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽ പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? അമോര്യരോട് യുദ്ധം ചെയ്യുന്നതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളുടെ നേതാവാകുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരി, അമോര്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. നന്ദി ജെഫ്ത. ദൈവം നമുക്ക് രക്ഷകനായിരിക്കട്ടെ. മകളെ അബിഗയിൽ, ഞങ്ങളുടെ സഹോദരനായ ഗിലെയാദിന്റെ കൊച്ചുമകളായതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിന്നിലൂടെ ഇസ്രായേലിന് എന്നും ഓർക്കാനുള്ള വിജയത്തിന്റെ അടയാളമായി നീ മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇസ്രായേലിന്റെ വിജയത്തിന് വേണ്ടി എന്റെ പിതാവിനെ പോലെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശ്രേഷ്ഠന്മാരെ അനുഗ്രഹിച്ചാണ്. അങ്ങ് എത്ര വലിയവനായി എന്നറിയാമോ? ഒരിക്കൽ തള്ളിക്കളഞ്ഞവർ ഇപ്പോൾ സഹായ അഭ്യർത്ഥനമായി അങ്ങയുടെ മുമ്പിലേക്ക് വന്നല്ലോ. ദൈവമാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. അതിന് ഞാൻ ഒരിക്കലും യഹോവയെ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ. ഇവൻ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നീചനായി മാറിയത്. എന്നാൽ ഇനി മുതൽ ഞാൻ യഹോവയുടെയും ജനത്തിന്റെയുമാണ്. അബ്ബാ, ഈ മകൾക്ക് സന്തോഷമായി. ഇസ്രായേലിന്റെ ശത്രുക്കളോടുള്ള യുദ്ധത്തിൽ ഞാനും അങ്ങയോട് കൂടെ ഉണ്ടായിരിക്കും. അതിന് വാളെടുക്കാൻ ഞാൻ നിന്നെ പരിശീലിപ്പിച്ചിട്ടില്ലല്ലോ. പ്രാർത്ഥനയാകുന്ന വാളാണല്ലോ എന്റെ ആയുധം.
ഇസ്രായേലിന്റെ നായകനും രക്ഷകനുമായ യഹോവേ, ഞാൻ അങ്ങേ സന്നിധിയിൽ ഒന്നുമല്ലാത്തവനാണ്. എങ്കിലും നീ എന്നെ കരുതുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. നിന്റെ ജനത്തെ രക്ഷിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. ഈ ദാസനെ അതിന് ശക്തനാക്കിയാലും നിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയാലും ഇതാ ഞാൻ അങ്ങേ സന്നിധിയിൽ നേർച്ച നേരുന്നു. അങ്ങ് അമോര്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റെതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടുത്തേക്ക് സമർപ്പിക്കും. യഹോവേ, എനിക്ക് ശക്തി തന്നാലും. പ്രിയ സഹോദരങ്ങളെ, ന്യായാധിപനായ ജഫ്തായുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ് നാടകരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. MCMF ടീമിന് എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രയത്നം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ തങ്ങളിലുള്ള കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MCMF ടീം അതിന് നേതൃത്വം നൽകിയപ്പോൾ ഒരു വലിയ പ്രചോദനമായി ഇത് മാറി. MCMF ടീമിനോടുള്ള അഗൈതവമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ, പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഇടവക സമിതിയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികളിലും അമ്മമാരുടെ പങ്കാളിത്തത്തെ പ്രത്യേകം എടുത്തു പറയുന്നു. ആത്മാർത്ഥതയോടും ത്യാഗത്തോടും കൂടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. MCMF പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ എന്നിവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹവും വലിയ പ്രചോദനമാണ്. അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ ലഘുനാടകം അവസാനിക്കുകയാണ്. എന്താണ് ജഫ്തായുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതെന്ന് അടുത്ത രംഗത്തിൽ കൂടെ നമുക്ക് കാണാം. ജഫ്ത ദൂതന്മാരെ അയച്ചു അമോന്യ രാജാവിനോട് ചോദിച്ചു, എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? തുടർന്നുള്ള എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്നു. അതിശക്തനായ ജഫ്ത ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അമോന്യരുടെ ദേശത്തേക്ക് അവൻ കടന്നുപോയി. 20 പട്ടണങ്ങൾ ജഫ്തയുടെ തേരോട്ടം നടന്നു. കർത്താവ് അമോന്യരെ അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു. വലിയ കൂട്ടക്കൊല നടന്നു. അമോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ഇതാ ജഫ്ത വിജയശ്രീലാളിതനായി കടന്നു വരുന്നു. صدای دل صدای جان میآید،
ز کوه و دشتی مالستان میآید صدای دلبر و دلدارم میآید دلارام با لب خندان میآید അയ്യോ, എന്റെ മകളെ, എന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകും. നീ എന്തിനോട് ഇത് ചെയ്തു? എന്റെ യഹോവേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? അയ്യോ, എന്തു പറ്റി? അബ്ബാ, അങ്ങേക്ക് അഹിതമായി ഞാൻ എന്തെങ്കിലും അങ്ങയോട് ചെയ്തുവോ? ഞാൻ ഇതെങ്ങനെ നിന്നോട് പറയും? ഒരു നിമിഷം കൊണ്ട് നീ എനിക്ക് ആത്മനായി പോയല്ലോ. എന്ത് പറ്റി ജപ്ത? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? അല്ലയോ ശ്രേഷ്ഠന്മാരെ, കേട്ടാലും ഞാൻ കർത്താവിന് ഒരു വാക്ക് കൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കില്ല. ഇസ്രായേലിന്റെ നായക, എന്തു വാക്കാണ് അങ്ങ് കർത്താവിന് കൊടുത്തത്? ഞാൻ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ ആരാണോ ആദ്യം വരുന്നത്, അവനെ ഞാൻ ബലിയായി നൽകിക്കൊള്ളാമെന്ന വാക്ക്. പിതാവേ, ഞാൻ അങ്ങയുടെ ഏക മകളല്ലേ? എന്നെ ഒന്ന് നോക്കുമോ? ഇല്ല, എനിക്ക് ശക്തിയില്ല. ദേഹം തളർന്നതുപോലെ. അബ്ബാ, വിട പറയാൻ സമയമായില്ലേ? അങ്ങയുടെ മകളായി ജീവിച്ച് കൊതി തീർന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ എന്തു പറയും? ഈ കുന്നുകളെയും പൂക്കളെയും അരുവികളെയും തെരുവുകളെയും വിട്ട് ഞാൻ എങ്ങനെ പോകും? പിതാവേ, അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് നമുക്ക് വിജയം നൽകിയല്ലോ. ആശ്വാസം തരാൻ എനിക്കത് ധാരാളം. നിനക്കിതെങ്ങനെ പറയാൻ സാധിക്കുന്നു മകളെ? ഞാൻ കർത്താവിന്റെ ദാസിയും അങ്ങയുടെ മകളുമല്ലേ. എനിക്കതിന് സാധിക്കും. പിതാവേ, അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കത് സാധിച്ചു തരുമോ? എന്താണത്? പറഞ്ഞാലും. എന്റെ സഖിമാരുമൊത്ത് ഞാൻ സ്നേഹിച്ച ഈ കുന്നുകളിൽ പോയി വിലപിക്കാൻ
എനിക്ക് 2 മാസം സമയം തരണം. മകളെ, പോയി വരൂ. ഈ പിതാവ് നിനക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കാത്തിരിക്കും. سفر رفتی و رفت شادی ز پیشم غمت آید زند هر لحظه نیشم شدم بی کس ترین تنهای عالم غم دوری ز تو بگرفته حالم نویسم شعر و میگرید دو چشمم ز ظلم این زمان پر ز خشمم به روی گونه هایم اشک سرد است حباب اشک چشمم پر ز درد است کنارم نیست کسی اشکم کند پاک دلم خواهد کمی ریزم به سرم خاک آه خداوندا دل تنگم ببخشا ندارم دوست دنیایت خدایا شدم از حسرت دیدار تو پیر کنارم نیست کسی اشکم کند پاک دلم خواهد کمی ریزم به سرم خاک آه خداوندا دل تنگم ببخشا ندارم دوست دنیایت خدایا ഹൃദയം നുറുങ്ങിയ വേദനയോടെ ജഫ്ത തന്റെ മകളെ യാത്രയാക്കുന്നു. തന്നെ വിജയിപ്പിച്ച ദൈവത്തോടുള്ള നേർച്ചയെ മറ്റെന്തിനേക്കാളും വിലയുള്ളതായി അവൻ കണ്ടു. അബിഗയിൽ വേദനയോടെ തന്റെ പിതാവിനെ വിട്ടുപിരിയുകയും തന്റെ സഖിമാരൊത്ത് 2 മാസം ഗിലെയാദ് മലയിൽ തന്റെ കന്യോത്തത്തെപ്പറ്റി വിലപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സന്തോഷത്തോടൊപ്പം വേദനയും ബാക്കിയായി എന്നേക്കുമായി അബിഗയിൽ യാത്ര പറയുന്നു. അവൾ തുള്ളിച്ചാടി നടന്ന മലഞ്ചരിവുകളും അരുവികളും പൂക്കളും തെരുവുകളും വേദനയോടെ ഇന്നും അവളെ കാത്തിരിക്കുന്നു. ഗിലെയാദുകാരനായ ജഫ്തയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു. സ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മയായി അബിഗയിൽ ഇന്നും ജീവിക്കുന്നു. യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാത്തിലും ജഫ്തയ്ക്കായിരുന്നു വിജയം. അവൻ ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത ഒടുവിൽ മരണത്തിനു കീഴടങ്ങി. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അവന്റെ പ്രിയമകളായ അബിഗയിലിന്റെ കൂടെ അവനും ചേർക്കപ്പെട്ടു. പ്രിയ കലാസ്നേഹികളെ, എല്ലാവരും നാടകം ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. خدایا
ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിതുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും.